എന്താ ആഗമന ഉദ്ദേശ്യം? എന്തിനാ വന്നേ? എനിക്ക് ശുക്രാചാര്യരെ 1000 വർഷം അങ്ങയുടെ അടുത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് താമസിച്ച് പഠിക്കണം. അതിനാ ഞാൻ വന്നേ. ആയിക്കോട്ടെ. എൻട്രൻസ് ടെസ്റ്റ് ഇല്ല, കാരണം ദേവഗുരുവിൻ്റെ മകനാണല്ലോ ബൃഹസ്പതിയുടെ. അതുകൊണ്ട് ഖജൻ അങ്ങേക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ല, ചേർന്നോളോ എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ താമസിച്ചു, പഠിപ്പ് തുടങ്ങി. മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുമ്പോൾ കാര്യം ബൃഹസ്പതിയുടെ മകനാ, പക്ഷേ ഗുരുവിൻ്റെ വീട്ടിലെ പണിയൊക്കെ എടുക്കണം. അപ്പോൾ ഖജന് പശുവിനെ തീറ്റാൻ പോകണം, ഓരോരോ പണികൾ എടുക്കണം. അതിൻ്റെ ഇടയിൽ തൻ്റെ സംഭാഷണ ചാതുര്യം കൊണ്ടും വ്യക്തിവൈഭവം കൊണ്ടും ഖജൻ ദേവയാനിയുടെ ഹൃദയത്തിൽ പതുക്കെ പതുക്കെ ദേവയാനിയുടെ പ്രേമം സമ്പാദിച്ചു തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഖജനെ കാണാതെ കണ്ട ഉറക്കം വരില്ല എന്നൊരവസ്ഥ വരികയായി. അപ്പം അങ്ങനെ കാര്യങ്ങളിങ്ങനെ നടന്നിരുന്നു. 1000 കൊല്ലമാണ് കേട്ടോ താമസിക്കുന്നുണ്ടത്. കുറച്ച് കാലം, ഏകദേശം 500 വർഷമൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അസുരന്മാരിങ്ങനെ, ഇയാൾ ആരാ ഈ ഖജൻ, ഇയാൾ എന്തിനാ ഇവിടെ ഒന്ന് താമസിക്കണേ? അത് ശരി. അങ്ങനെ ഓരോ ഖജനെ പിടിച്ചു. ഒരിക്കൽ പശുവിനെ മേയ്ക്കാൻ പോയപ്പോൾ ഖജനെ വഴിക്ക് വെച്ച് പിടിച്ചു. താൻ ആരാ? ആദ്യം ഒന്നും പറഞ്ഞില്ല, ഞാൻ ഖജനാണ്. എന്തിനാ വന്നേ? ശുക്രാചാര്യരെ ശുശ്രൂഷിച്ച് അത് ശരി. അപ്പോൾ അസുരന്മാർക്ക് സംഗതി മനസ്സിലായി. എന്ത് ചെയ്തു? ഖജനെ കൊന്ന് കഷ്ണം കഷ്ണമായിട്ട് നുറുക്കി ചെന്നായ്ക്കൾ ഇട്ടുകൊടുത്തു. ചെന്നായ്ക്കൾ ഈ ഖജനെ ഭക്ഷിച്ചു.